നിങ്ങളുടെ ഫോൺ 1% മാത്രം ചാർജിലാണ് ആയിരിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ സമയത്ത് കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾ അതിനകത്ത് ചെയ്യുന്നു. ഒടുവിൽ അത് ഡെഡ് ആകുകയും നിങ്ങളെ തന്നെ സ്തംഭിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യം എന്തെന്നാൽ നമ്മൾ വളരെ വൈകുന്നതുവരെയും ശൂന്യമായിട്ട് പ്രവർത്തിക്കുകയാണെന്ന് നമ്മൾ മിക്കവരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ ജോലികൾ ഏറ്റെടുക്കുന്നു, ഇടവേളകൾ ഇല്ലാതെ ഒഴിവില്ലാതെ വർക്ക് ചെയ്യുന്നു. ഒടുവിൽ ക്ഷീണവും അതോടൊപ്പം തന്നെ ഫലപ്രാപ്തിയും ഇല്ലാതായിട്ട് മാറുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വന്തം ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ജോലിയും വ്യക്തിഗതമായിട്ടുള്ള സമയവും ഇടയിൽ നിങ്ങൾ അതിരുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ റീചാർജ് ചെയ്യാനായിട്ട് കുറച്ച് സമയം കൊടുത്താൽ എത്രത്തോളം സുഖമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. നമ്മൾ ടയേർഡായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട 3 ചെറിയ ടിപ്സുകൾ ഞാനിവിടെ ഒന്ന് ഷെയർ ചെയ്യാം. ഒരു ഡിജിറ്റൽ കർഫ്യൂ സജ്ജമാക്കുക. അതായത് ഒരു പ്രത്യേക സമയത്തിന് ശേഷം ജോലിയുടെ അറിയിപ്പുകളും ജോലിയുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഓഫ് ആകുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജോലിയൊക്കെ അവസാനിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു റിച്വലായിട്ട് നടക്കാനായിട്ട് പോവുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ റിച്വലായിട്ട് എല്ലാ ദിവസവും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്വയം പരിചരണത്തിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു സമയം ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വായനയ്ക്ക് സമയം കൊടുക്കുക, എക്സസൈസിന് സമയം കൊടുക്കുക. നിങ്ങളെ തന്നെ ബേൺ ഔട്ടായി പോവാതെ കൃത്യമായിട്ട് സംരക്ഷിക്കാൻ നിങ്ങൾ എടുക്കുന്ന ഒരു സിംഗിൾ ആക്ഷൻ എന്തായിരിക്കും? കമന്റ് ചെയ്യുക, കൂടെ നിൽക്കുക, മുന്നോട്ട്